ഇന്ത്യയിലെ ഏതൊരു പ്രീ എമിനന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിലും അവിടെ കോച്ച് ഇന്ത്യയിലെ ഒരു കുട്ടി ഉണ്ടായിരിക്കും. അതായത് ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് IIT അഡ്വാൻസ് ആണ്. വർഷങ്ങൾക്ക് ശേഷം കേട്ടോ, ഐസറൊക്കെ പാസ് ഔട്ടായിട്ട് അവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് കാണാൻ വന്നു. സാർ ഒരു കണക്ക് ബാക്കിയില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, മനസ്സിലായില്ല മോനെ, എന്ത് കണക്കാണ്? കേരളത്തിൽ ഇപ്പം ഒരു പറച്ചിലുണ്ട്, ഒരു കല്ല് മേളിലോട്ട് എറിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു എഞ്ചിനീയറുടെ തലയിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ തലയിൽ. പലപ്പോഴും പേരൻസ്, ഞാനടക്കമുള്ള പേരൻസ് ട്രൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമുക്ക് എന്തോ സാധനം കിട്ടാൻ വിചാരിച്ചു, പക്ഷെ അത് കിട്ടിയില്ല, എൻ്റെ മോനിലൂടെ അല്ലെങ്കിൽ മോളിലൂടെ അത് കിട്ടണം. അതിനുവേണ്ടി ആ കരിയർ അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അവളുടെ മുകളിൽ ഇമ്പോസ് ചെയ്യുക. ഹായ് ഗായ്സ്, വെൽക്കം ടു ഡു ഇറ്റ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് വി ആർ ഗോയിങ് ടു ഹെൽപ്പ് യു ഗെറ്റ് ഓവർ എ ലോട്ട് ഓഫ് മിസ്കൺസെപ്ഷൻസ് അബൌട്ട് കോച്ചിങ് സെൻറ്റേഴ്സ്. എല്ലാവർക്കും കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയുള്ളൊരു വാക്കാണ് കോച്ചിങ് സെൻറ്റർ. സോ വി ഹാവ് 3 faculties ഫ്രം എ renowned institute, Coach India, IITians Academy from Thrissur. We have Mr. Premakumar sir, Praveen sir and Shinaz sir. So please introduce us. മൈസെൽഫ് പ്രേമകുമാർ, കോച്ച് ഇന്ത്യ IITians അക്കാഡമിയിലെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയാണ്. NIT കാലിക്കറ്റിൽ നിന്നും BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് പാസ്സായി. ബാംഗ്ലൂരിൽ നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെൻറ്റർ, അതായത് ബിർള ഗ്രൂപ്പിൻ്റെ ഒരു നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ ഫെസിലിറ്റിയിൽ 9 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ടീച്ചിങ് എൻ്റെ ഒരു പാഷനായിരുന്നു തുടക്കം തൊട്ടേ. അതുകൊണ്ട് ഞാൻ ടീച്ചിങ് കരിയറിലോട്ട് മാറുമായിരുന്നു. ഓക്കെ, ഇപ്പം ഞാൻ JEE മെയിൻസ്, JEE അഡ്വാൻസ്, IMU CET അങ്ങനെയുള്ള പല കോഴ്സുകളുടെയും മാത്സ് ഫാക്കൽറ്റിയാണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, മൈസെൽഫ് പ്രവീൺ 2009 ഐസർ കൊൽക്കത്തയിൽ ജോയിൻ ചെയ്ത് അവിടെ ഇൻ്റഗ്രേറ്റഡ് BSMS ചെയ്ത് 2014 പാസ് ഔട്ട് ആയത്. അതിനുശേഷം കഴിഞ്ഞൊരു 10-11 കൊല്ലമായിട്ട് ഈ ഒരു കോച്ചിങ് ഫീൽഡിലാണ്. നമുക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ജോലിയാണ് കോച്ചിങ് അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്നത്. കോച്ചിങ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ടീച്ചിങ് അല്ലെങ്കിൽ മെൻറ്ററിങ് എന്ന് പറയുന്ന അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ജോലിയാണ്. നമ്മൾ കഴിഞ്ഞൊരു 10 കൊല്ലത്തിൻ്റെ ഇടയിൽ കോച്ച് ഇന്ത്യയിൽ തന്നെ ഒരുപാട് കുട്ടികളെ, കേരളത്തിലെ വളരെ കുറച്ച് കുട്ടികളെ അഡ്മിഷൻ എടുത്തിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിലേക്ക് തന്നെ അയക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മളെ ലൈഫ് ലോങ് ഉണ്ടായിരിക്കും. അതൊന്ന് കിട്ടാതെ കുട്ടികളെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് പറയുന്നത്. Myself, Shinaz. I am graduate from IIT Madras, BTech in Mechanical Engineering. അതിനുശേഷം ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ജോയിൻ ചെയ്തത് കോച്ച് ഇന്ത്യയിലായിരുന്നു. ആ സമയത്ത് തുടക്കം തൊട്ടേ മികച്ച അത്യാവശ്യം നല്ല കുട്ടികളും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളും അതല്ലാത്ത കുട്ടികളും നമുക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും വളരെ കുറഞ്ഞ കുട്ടികളിൽ നിന്നും വളരെയധികം കുട്ടികളെ നമുക്ക് അവരുടെ കരിയർ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ കമ്പാരിസൺ അല്ല. എന്നിരുന്നാലും മിക്ക പേരും ഈ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. ഈ ഒരു കോച്ചിങ് ഫേസിലൂടെ ഞാനാണെങ്കിലും പ്രവീണാണെങ്കിലും ബാക്കി അവിടെയുള്ള ആൾമോസ്റ്റ് എല്ലാ ഫാക്കൽറ്റീസും ഈ ഒരു കുട്ടികളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എന്ത് ചെയ്യാൻ പറ്റും, അവർ ഫേസ് ചെയ്യുന്ന മെൻ്റൽ ആൻഡ് അതർ ചാലഞ്ചസ് നമുക്ക് എന്താണ് പറയുക, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അതിലൂടെ അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനൊക്കെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാരും കോച്ചിങ് സെന്റേഴ്സിൽ പോയിട്ട് കയറിയവരാണ്. അതെ അതെ, നമ്മൾ പഠിച്ചിട്ട്. അപ്പൊ വൈസ് കോച്ച് ഇന്ത്യ കോൾഡ് ദി IITians Academy? IITians Because most of our faculties are from IIT. So you are very selective about that. Yes. നമ്മളെ ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ IIT അല്ലെങ്കിൽ ഇപ്പോൾ ബയോളജിക്ക് ആണെന്നുണ്ടെങ്കിൽ IITയിൽ ബയോളജി കോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഐസർ എന്നാണ് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ഒരു പ്രീമിയം ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ച് വന്നിട്ടുള്ള ടീച്ചേഴ്സിന് ഈ ഒരു കോച്ചിങ് ജേണിയിലൂടെ കടന്നു പോയിട്ടുള്ള വി ഹാവ് ബീൻ ഇൻ ദെയർ ഷൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒരു ഏജിൽ അവർക്ക് എന്താണ് വേണ്ടത്, എന്തൊക്കെ ആയിരിക്കും അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ എങ്ങനെ എയ്ഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ അവരെ മെൻറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇത്രയും കുട്ടികളെ കുറഞ്ഞ കാലം കൊണ്ട് വളരെ കുറച്ച് കുട്ടികളിൽ നിന്നും നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ്. ഓക്കെ, ഞാൻ എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. അതായത് ലൈക്ക് വാട്ട് ഈസ് ദി എക്സ്പീരിയൻസ് ഓഫ് സ്റ്റഡിയിങ് ഇൻ പ്ലേസസ് ലൈക്ക് NIT ആൻഡ് ഓൾ? സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയ NIT അല്ലെങ്കിൽ IIT, ഐസർ ഇതിലോട്ടൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് നല്ല ടഫായിട്ടുള്ള എൻട്രൻസ് എക്സാംസ് ഉണ്ടാവും. IIT ആണെങ്കിൽ
മെയിൻസ് എഴുതണം, അതിൽ ക്വാളിഫൈഡ് ആവണം, എന്നിട്ട് വേണം നമ്മൾ IIT അഡ്വാൻസ് എഴുതാൻ. അത് റിയലി ടഫ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് IIT അഡ്വാൻസ് ആണ്. ഓക്കെ, NIT-ലൊക്കെ കയറാൻ മെയിൻസിൻ്റെ സ്കോർ വെച്ചിട്ടാണ് പോകേണ്ടത്. ഓക്കെ, അപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ IITs എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 സംതിങ്ങേ ഉള്ളൂ. ഇപ്പോൾ IITസിലോട്ട് 16,000 സംതിങ് സീറ്റ് ഉണ്ട്, 17,000 ഒക്കെയാണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ കാലത്ത് NIT-ലോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ കീം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ എൻട്രൻസിൽ ഏറ്റവും നല്ല റാങ്കുള്ള ആൾക്കാർക്കാണ് NIT-ലോട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയമുള്ള കീമിൻ്റെ ക്വസ്റ്റ്യൻസും കമ്പയർഡ് ടു ഇപ്പോഴത്തെ നിലവാരമുള്ള കീം ക്വസ്റ്റ്യൻസ് നല്ല ടഫാണ്. ഓക്കെ, അപ്പോൾ അതിലോട്ട് കയറുക എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിപ്പെട്ടു, ഹാപ്പി. അവിടെ എത്തിപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ വെച്ചാൽ കൂടെയുള്ളവരൊക്കെ നമ്മളെക്കാളും പുലികളാണ്, എല്ലാവരും പുലികളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പിയർ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഇലക്ട്രിക്കലിൽ 60 പിള്ളേരുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും പുലികളായിരിക്കും. ഓരോ 50% കേരളത്തിൽ നിന്നായിരിക്കും, ബാക്കി 50% ഔട്ട്സൈഡ് കേരള. എല്ലാവർക്കും ഓരോ കേപ്പബിലിറ്റീസ് ഉണ്ടാവും. പഠിപ്പ് മാത്രമായിരിക്കില്ല, ഒരാൾ നല്ല അടിപൊളിയായിട്ട് ഗിറ്റാർ വായിക്കും, വേറൊരാൾ കരാട്ടേൻ്റെ ആയിരിക്കും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഒരു ഫീൽഡിലൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും, ഇങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് അവിടെ പോയപ്പം ഒരുപാട് ക്ലബ്സ് ഉണ്ട്, ക്ലബ് ആക്ടിവിറ്റീസ്, ലിറ്റററി ക്ലബ്ബ്, ചെസ്സിൻ്റെ ക്ലബ്ബ്, കരാട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ കരാട്ടെ, ഫുട്ബോൾ, ക്രിക്കറ്റ്, സ്വിമ്മിങ്, ഇതൊക്കെ എനിക്ക് അവിടുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അത് വലിയൊരു കാര്യം, അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ്. ഓക്കെ, പിന്നെ സ്റ്റഡീസിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ 4 കൊല്ലത്തിൽ എല്ലാവരും ഈ NIT-യിൽ എത്തിയ പാടന്നെ നമുക്ക് ടെക്നിക്കൽ ലാഡറിൽ തന്നെ കയറണം അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടല്ല. പലരും എന്താണ് ഫസ്റ്റ് സെക്കൻഡ് ഇയർ ഒക്കെ കുറേ ടെക്നിക്കൽ നല്ലോണം പഠിച്ചെടുക്കും. എന്നിട്ട് അവരന്ന് തന്നെ തീരുമാനിക്കും അവർ ഒരു CAT എഴുതിയിട്ട് നമുക്ക് IIM-ലോട്ട് കയറാൻ, അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കും അവരുടെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. എല്ലാവരും അല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പോഷർ തരും. ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് ഈ NIT-ലോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെച്ചാൽ നമ്മുടെ പിയർ കോമ്പറ്റീഷൻ തന്നെയാണ്. അതായത് നമ്മളെ അലുമിനി നെറ്റ്വർക്ക്, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ മെമ്പറാണ്. ഇപ്പം തന്നെ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള വേൾഡിൽ എവിടെയാണ് ഏത് സ്ഥലം പറഞ്ഞാലും അവിടെ അവരുണ്ടാവും. ഓക്കെ, ആരെങ്കിലൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവും. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പിള്ളേരുണ്ടാവും, എൻ്റെ വേറെ ബ്രാഞ്ചിലെ പിള്ളേരുണ്ടാവും, അല്ലെങ്കിൽ ജൂനിയേഴ്സ് സീനിയേഴ്സ് ആരൊക്കെ ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ദ ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും. നമ്മൾ ന്യൂ ജെൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ആണെങ്കിൽ അവിടെ പുതിയ ടീച്ചേഴ്സ് ആയിരിക്കും, ഫ്രഷേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ പഠിപ്പിക്കൽ കമ്പയർഡ് ടു നമ്മുടെ ടീച്ചേഴ്സ് ഫാർ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പം ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസിൻ്റെ ഒരു ഭാഗമെങ്കിലും എൻ്റെ കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക അവർക്ക് എങ്ങനെയൊക്കെ പഠിച്ചാൽ ഇവിടെ എത്തണ്ടേ, അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. ചില പിള്ളേർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൗരവ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ്, എൻ്റെ സ്റ്റുഡൻ്റാണ്, ഇപ്പോഴും NIT കാലിക്കറ്റിൽ ഞാൻ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറയാറുണ്ട് വെച്ചാൽ അവർ ഒരുപാട് ക്ലബ് ആക്ടിവിറ്റീസ് ഉണ്ട്, എല്ലാത്തിലും കൊണ്ടുപോയി തലവെച്ച് കഴിഞ്ഞാൽ പഠിപ്പ് പോകും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മളെ നിഷായിട്ടുള്ളൊരു ഇത് കണ്ടുപിടിക്കുക, എന്നിട്ട് ഏതെങ്കിലും 2 ക്ലബ്ബിലായിട്ടും ആക്റ്റീവ് മെമ്പർ ആവുക, പിന്നെ പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. You will be a success. Okay. അപ്പോൾ പഠിത്തം മാത്രമല്ല, ഓവറോൾ ഒരു സർ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം ഭയങ്കര അട്രാക്റ്റീവ്. ദാറ്റ് ഇസ് മോർ ദൻ സ്റ്റഡീസ്, you are getting into a huge community of great minds. That's correct. അല്ലേ? And that is something that will stay very long in your life. Correct. Even at the age of 50s or 60s, these people all will be connected to you. And getting connected to such great minds means you will at some point need them and they'll be there for you. Sure. That's right? That's great. അപ്പോൾ അങ്ങനെ വരുമ്പം I want to ask you, ഇപ്പോഴത്തെ ഒരു ടെക്നോളജിക്കൽ വേൾഡിൽ കോച്ചിങ് സെന്റേഴ്സ് എന്തെങ്കിലും ലൈക്ക് എന്തൊക്കെയാണ് മാറിയിരിക്കുന്നത് ടെക്നിക്കലി? പണ്ടത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പേരൻസ് ആണ് മെയിനായിട്ട് ഡിസൈഡ് ചെയ്യുന്നത് സ്റ്റുഡൻസ് ഏത് കോച്ചിങ് സെൻറ്ററിൽ പോകണം. പേരൻസ് ഒന്ന് എൻക്വയറി ചെയ്യും ഏതൊക്കെയാണ് കോച്ചിങ് സെൻറ്റേഴ്സ് ഉള്ളത്, ഏതാണ് നല്ലതെന്നൊക്കെ. ഇപ്പം ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ് ആക്ടിവിറ്റി പോലെയാണ് നടക്കുന്നത്. അതായത് ഒരു ഗ്രൂപ്പിൽ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടാവും, ആ സ്റ്റുഡൻറ്റ് പോയിട്ട് ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് അവനത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചോ, സേ ഇൻസ്റ്റിറ്റ്യൂട്ട് XYZ. ഓക്കെ, ആ സ്റ്റുഡൻറ്റ് അവിടെ പോവുകയാണെങ്കിൽ ഒരു ബൾക്ക് ഓഫ് സ്റ്റുഡൻസ് അങ്ങോട്ട് പോവുകയാണ് ഇവൻ്റെ ഫ്രണ്ട്സ് ആയിട്ട്. പേരൻസ് അല്ല മെയിനായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുമ്പം കണ്ണൂരാണ് ഞാൻ പഠിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്ന് പറയുന്ന കോച്ചിങ് സെൻറ്റേഴ്സിൽ ടീച്ചേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ വടിയെടുത്ത് തല്ലാനുള്ള അവർക്ക് പെർമിഷൻ ഉണ്ട്. ഓക്കെ, നമുക്കൊന്നും പറയാനും പറ്റില്ല, പണ്ടത്തെ കാലഘട്ടമാണ്. ഓക്കെ, ഇപ്പം അങ്ങനെയല്ല. സ്റ്റുഡൻസിൻ്റെ അടുത്ത് ടീച്ചേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പിറ്റത്തെ ദിവസം ആ സ്ഥാപനത്തിൽ വരില്ല, അവർക്ക് നിർത്തിപ്പോവും അവർ. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഷൂസിൽ നിന്നുകൊണ്ട് നമ്മൾ അവരുടെ ഒരു ഫ്രണ്ടിനെ പോലെ, ഏകദേശമൊക്കെ ഒരു ഫ്രണ്ടിന് തോളത്ത് കൈയിട്ട് നടന്നാൽ പിന്നെ ആ കൈ ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം അവരുടെ ഒരു ഫ്രണ്ടിനെ പോലെ, ഒരു മെൻറ്ററിനെ പോലെ അവരുടെ കൂടെ നിന്നിട്ട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഈ കോച്ചിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും നമ്മൾ ഹോസ്റ്റലിലെ സ്റ്റുഡൻസ് ആയിരിക്കും
ആയിരിക്കും ഇവിടെയും വരുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ട് നമുക്ക് അവരെ നോക്കാം എങ്ങനെയാണ് പഠിക്കുന്ന ആ കാര്യങ്ങളൊക്കെ. അത് പണ്ട് കാലത്ത് ഉണ്ടായെന്ന് വരില്ല. ഓക്കെ, ഇപ്പോഴാണ് അതൊക്കെ ആ ട്രെൻഡൊക്കെ വന്നിട്ടുള്ളത്. ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിലോട്ട് ആഡ് ചെയ്യാനുള്ളത്, ടെക്നോളജി വന്നതിന് ശേഷം ഒരുപാട് റിസോഴ്സസ് ഇവർക്ക് അവൈലബിൾ ആണ് എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ടെങ്കിലും ടെക്നോളജി വന്നതിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള എന്താണ് പറയുക, ഒരു അഡിക്ഷൻ പോലെ, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ റീൽസ് ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്വൈപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഈ ഒരൊക്കെ കാരണങ്ങൾ കാരണം കോച്ചിങ് അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസിന് അതൊരു ലോങ് ടേം പ്രോസസ്സാണ്. പക്ഷെ നമ്മളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റിസോഴ്സസ് അവൈലബിൾ ആണ്, ലോങ് ലെക്ചേഴ്സ് യൂട്യൂബ്സിൽ നല്ല നല്ല ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. പക്ഷെ ഇതിലൊന്നും ഇരുന്ന് അതല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഇല്ലാതെ ഗൈഡൻസ് അവിടെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ അവരെ ഒരു ട്രാക്കിൽ നിന്ന് മാറിപ്പോവാനുള്ള ഒരു സാധ്യത അവിടെ നല്ല കൂടുതലാണ് ആസ് ഓഫ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നോളജി അവൈലബിൾ അല്ലെങ്കിൽ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ചിലപ്പം ബുക്സ് മാത്രമായിരിക്കും അന്നുണ്ടായിരുന്നത്. എന്നിരുന്നാലും വേറെ ഡിസ്ട്രാക്ഷൻസ് കുറവായതുകൊണ്ട് മുമ്പ് അല്ലേ, അപ്പോൾ അത് കാരണം നമുക്ക് സ്റ്റഡീസ് അല്ലാതെ വേറെ ചോയ്സ് ഇല്ലാന്നുകൊണ്ട് എനിക്ക് തോന്നുന്നത് ടെക്നോളജി എന്താണ് റിസോഴ്സസ് പുറത്ത് അവൈലബിൾ ആണെങ്കിൽ കൂടെ ഇപ്പോഴാണ് ഒരു കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കാൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലോട്ട് കുട്ടി എത്തിപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ഇങ്ങനത്തെ എക്സാംസ് ക്രാക്ക് ചെയ്യാനൊക്കെ വേണ്ടി വരുന്നത്. എത്രയൊക്കെ ടെക്നോളജി വന്നാലും ലൈക്ക് ഇപ്പത്തെ ടെക്നോളജി കാരണവും കൊണ്ടും കൃത്യമായിട്ട് നമ്മളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഡയറക്ഷനിൽ തന്നെ പോയിക്കൊണ്ടേയിരിക്കണം. എന്നാൽ ഈ ഒരു ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. എന്നാൽ അതിന്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ ഓഫ് ട്രാക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെ നമ്മൾ ഈ ട്രാക്കിലേക്ക് പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് അത് കൃത്യമായിട്ട് ഈ ഒരു ഓൺലൈനിന്റെ അപ്പുറത്തേക്ക് ഓഫ്ലൈൻ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. ഞാൻ ചോദിക്കട്ടെ, അപ്പം യുവർ കോച്ചിങ് സെന്റേഴ്സ് ഹാവ് ലൈക്ക് ഈ കൺട്രോൾഡ് ഒരു ഫോക്കസ് കൊടുക്കാന്ന് പറഞ്ഞില്ലേ, ഹൗ ഡു യു മാനേജ് ദാറ്റ്? ലൈക്ക് ഹൗ ഡു യു ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്? ലൈക്ക് ഫോൺ ടൈമിങ്സ് ഉണ്ടോ, അല്ലെങ്കിൽ സ്റ്റഡി ടൈമിങ്സ്, അവേഴ്സ്, അങ്ങനത്തെ ഡെയിലി കൃത്യമായിട്ട് ഫോൺ ടൈമിങ്സ് ഉണ്ട്. നമ്മൾ ഹോസ്റ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര സമയം തൊട്ട് ഇത്ര സമയം മാത്രമേ ഫോൺ കൊടുക്കത്തുള്ളൂ. അല്ലാത്ത സമയം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വാങ്ങുന്നത്. പക്ഷെ അത് വാങ്ങിയതിന് ശേഷം പിന്നെ ഏത് ഡയറക്ഷനിലാണ് പോവുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പ്രയാസമാണ്. ഇപ്പോൾ ഫോണൊക്കെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ലോക്ക് ചെയ്യാനുള്ള വഴികളുണ്ട്, പക്ഷെ ലോക്ക് ചെയ്താലും അത് ബ്രേക്ക് ചെയ്യാനുള്ള വഴി നമ്മളെക്കാളും കുട്ടികൾ സ്മാർട്ടാണ്. പ്രത്യേകിച്ച് ടെക്നോളജിന്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഈവൻ നമ്മളെ ഒരു 5 years olds ആണെങ്കിൽ അല്ലെങ്കിൽ 7 years they know. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നൗ യു ജസ്റ്റ് ടോൾഡ് മീ ദാറ്റ് ഫോൺ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറില്ലേ? തീർച്ചയായിട്ടും കൊടുത്തേ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൃത്യസമയം ഇത്ര സമയമെങ്കിലും കൊടുക്കണം. ഞാൻ പറഞ്ഞ സ്റ്റഡി പർപ്പസിന് is it necessary is what I'm asking. You know, having a WhatsApp, for example, nowadays school students, they have a WhatsApp group. So that's the excuse they use to study. They're like, give me the phone, I have to use the group, adindathan assignments വരുന്നത്, PDF files വരുന്നത്, I need to look. That is the excuse they use. അപ്പം ഇങ്ങനത്തെ റിസോഴ്സസ് ശരിക്കും വാല്യുബിൾ ആണോ, അല്ലെങ്കിൽ അതിന് ശരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ കോവിഡിന്റെ സമയമാണ് കോച്ച് ഇന്ത്യ മെയിനായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് പോയത്. കാരണം വേറെ വഴിയില്ല. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പം ടീച്ചേഴ്സിന് ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഓഫ്ലൈൻ ക്ലാസ്സിൽ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ആ ഒരു കണ്ണിലോട്ട് നോക്കിയാൽ മനസ്സിലാവും അവനോ അവൾക്കോ കാര്യം മനസ്സിലായോ ഇല്ലയെന്ന്. പക്ഷെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ആ സ്റ്റുഡൻറ്റ് അവിടെ ഉണ്ടോ ഇല്ലയെന്ന് പോലും നമുക്കറിയില്ല. ഹി ഈസ് ലോക്ക്ഡ് ഇൻ ബട്ട് കിടന്നുറങ്ങുമായിരിക്കാം ചിലപ്പം, അല്ലേ? അപ്പോൾ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എല്ലായിടത്തും വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞു വിചാരിച്ചോ. ചില സ്റ്റുഡൻസ് കുറച്ച് കഴിഞ്ഞാൽ പറയും, സർ വീഡിയോ ഓൺ ചെയ്യുമ്പം നെറ്റ് സ്ലോ ആവുന്നു. ബാൻഡ്വിഡ്ത്ത് സ്ഥിരം പറയുന്നതാണ്. അത് എക്സ്ക്യൂസ് ആയിരിക്കാം, ഒരു വാലിഡ് റീസൺ ആയിരിക്കാം, പക്ഷെ നമുക്ക് വേറെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഫാക്കൽറ്റീസിന് ടീച്ചേഴ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ റെയറാണ്. കാരണം നമുക്കത് ഒരു ബുദ്ധിമുട്ടാണ്. സ്റ്റുഡൻസിനും നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഓഫ്ലൈൻ ക്ലാസ് ആണ്. വേറെ വഴിയില്ലെങ്കിലാണ് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ മൊബൈലിലോട്ട് സെർച്ചിങ്, യൂട്യൂബ് വീഡിയോസ് കാണൽ എല്ലാം കുറേ കൂടി
സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ടീച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിൽ ഇപ്പം ഞാൻ മാത്തമാറ്റിക്സ്, ബയോളജി, ഫിസിക്സ് അവരതിൻ്റെ എക്സ്പേർട്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് ബുക്സ്, ഇതിൻ്റെ വേണ്ട ബുക്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് കുറുക്കിയ രീതിയിൽ കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ അവർക്കറിയാം. അപ്പോൾ സ്റ്റുഡൻസ് ഇങ്ങനെ ഓരോന്ന് റെഫർ ചെയ്ത് പോകുമ്പം സമയം പോവുകയാണ്. അവർക്ക് എല്ലാം റെഫർ ചെയ്യാനുള്ള സമയം കിട്ടില്ല. ഈ 2 കൊല്ലം കൊണ്ട് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ടോപ്പിക്സ് ഇൻ എഡീഷൻ ടു ദാറ്റ് എന്തെങ്കിലും അഡ്വാൻസ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബുക്സ് തന്നെ കോച്ചിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ എഡീഷൻ ടു ദാറ്റ് റെഫറൻസ് ബുക്സും ഉണ്ടാവും. ഇത് പഠിക്കാൻ തന്നെയുള്ള സമയമേ ഉള്ളൂ. പിന്നെ നമ്മൾ യൂട്യൂബിലോട്ട് പോകുമ്പം ആവശ്യം ഉണ്ടാവും ചിലപ്പം. പക്ഷെ നമ്മളിങ്ങനെ ഒരുപാട് മെറ്റീരിയൽ റെഫർ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇതിൽ ഇപ്പോൾ ഫിസിക്സിലാണെങ്കിൽ മാത്സിലാണെങ്കിൽ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ റിസർച്ച് ഒന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് അതിലുള്ള MCQs ആൻസർ ചെയ്ത് അതിൽ നല്ല ആ എക്സാമിൽ നല്ല മാർക്ക് മേടിക്കുക എന്നാണ് ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഓൺലൈൻ എക്സ്പോഷ്യർ സ്റ്റുഡൻസിന് ഒരു പരിധി വരെ വേണ്ടുള്ളൂ. നമ്മൾ ഹോസ്റ്റലിൽ അത് കറക്റ്റായിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഓൺലൈൻ എന്താണ് മൊബൈൽ നോക്കിയിട്ട് പ്രോബ്ലംസ് ചെയ്യുന്ന ഉണ്ട്, ഒരുപാട് ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് എടുത്തിട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതും. ഈവൻ നമ്മളുടെ കണ്ണിൻ്റെ ഹെൽത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതാണ് ഏറ്റവും യൂസ്ഫുൾ. കാരണം ഇപ്പോൾ ഒത്തിരി കുട്ടികൾ, ഞാൻ പോലും കഴിഞ്ഞൊരു കൊല്ലം ഞാനിരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫോൺ നോക്കിയിട്ട് പഠിച്ചത് കാരണം എനിക്ക് കണ്ണട വെക്കേണ്ടി വരികയാണ്. അപ്പൊ ഈ വളരെ യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ കുട്ടികൾ കണ്ണടയിലേക്കൊക്കെ കണ്ണട യൂസ് ചെയ്യേണ്ടി വരികയാണ്. കണ്ണിന്റെ കാഴ്ചനെ അത് ബാധിക്കുകയാണ്. അപ്പോൾ ഒത്തിരി ഈ ഒരു സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല, എന്നാൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പല പേരൻസും സ്റ്റുഡൻസിന് ഫീച്ചർ ഫോണാണ് കൊടുക്കുന്നത് 12th പഠിക്കുന്ന കുട്ടികൾക്ക്. എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹോസ്റ്റൽസിന് ഫോൺ കൊടുക്കാം, നമുക്ക് വേറെ ടാബോ ഫോണോ കൊടുക്കാം. അത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ. ആൻഡ് പാരൻസിന്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പത്തെ കാലത്ത് പാരന്റിങ്ങും ഒരു 5-10 വർഷം മുന്നത്തെ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. ഹൗ ഡു യു ഗിവ് പാരൻസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ട്രെയിനിങ് ആസ് ടു ഹൗ ടു മാനേജ് a student that is going through coaching and all of those things, because mental stress obviously adum venalo. Mental stress for a child who's going through coaching is way stress uttiri undavum. So parents in what role do they play in taking care of them? പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്പർ ഓഫ് കരിയർ ഓപ്ഷൻസ് വളരെ പരിമിതമാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു +1 +2 മാത്സോ സയൻസ് സ്ട്രീമോ എടുത്ത സ്റ്റുഡൻസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പലപ്പോഴും പേരൻസ്, ഞാനടക്കമുള്ള പേരൻസ് ട്രൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്കെന്തോ സാധനം കിട്ടാൻ വിചാരിച്ചു, പക്ഷെ അത് കിട്ടിയില്ല, എൻ്റെ മോനിലൂടെ അല്ലെങ്കിൽ മോളിലൂടെ അത് കിട്ടണം. അതിനുവേണ്ടി ആ കരിയർ അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അവളുടെ മുകളിൽ ഇമ്പോസ് ചെയ്യുകയാണ്. അതൊരിക്കലും ശരിയാവില്ല. കാരണം ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും അഭിരുചി ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗിൽ വരുമ്പം പേരൻസിൻ്റെ കൂടെ ഇരുത്തിയിട്ടാണ് സംസാരിക്കുക. എന്നിട്ട് ആ മാർക്ക് ലിസ്റ്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് ഈ സ്റ്റുഡൻസിന് എന്തിനൊക്കെയാണ് നല്ലോണം പെർഫോം ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് പെർഫോമൻസ് കുറയുന്നത്, എത്ര മണിക്കൂറാണ് പഠിക്കുന്നത്. പിന്നെ പല പേരൻസും പഠിക്കണം എന്ന് പറയുന്നു, പക്ഷെ അവരവിടെ ചിലപ്പം എന്തെങ്കിലും മൂവീസോ സീരിയൽസോ കണ്ടുണ്ടാവും, കുട്ടിയുടെ അടുത്ത് പഠിക്കാൻ പറയുന്നുണ്ടാവും. അത് വളരെ റോങ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. അപ്പം ഇത്തരം രീതിയിൽ പേരൻസിനെ നമ്മളൊന്ന് ഒരു രീതിയിൽ മെൻറ്റർ ചെയ്യണം. നമ്മൾ അവരെ മോളിൽ കയറി സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് പേരൻസിനെയും സ്റ്റുഡൻസിനെയും ഒരുമിച്ചിരുത്തി സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് അവേഴ്സ് സ്റ്റഡിങ്, ഇപ്പോൾ നമ്മുടെ കോച്ചിങ് ഇന്ത്യയിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ ആ ഒരു സ്റ്റുഡൻറ്റ് 4:30 മണിക്ക്, ഏകദേശം 4:30 മണിക്ക് വൈകുന്നേരം വീട്ടിലെത്താൻ പറ്റും. അപ്പോൾ ആ സ്റ്റുഡൻറ്റിന് വേണമെങ്കിൽ ഒരു 5 o'clock അല്ലെങ്കിൽ 5:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ തന്നെ ഏകദേശം ഒരു 4 മണിക്കൂർ പഠിക്കാൻ പറ്റും. ഒന്ന് കഷ്ടപ്പെടുവാണെങ്കിൽ രാവിലെ ഒരു 2 മണിക്കും 6 hours ഓൺ എ ഡെയിലി ബേസിസ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ഒരു മന്ത് 6 × 30 180 hours പഠിക്കുന്നു. വേറൊരു സ്റ്റുഡൻറ്റ് 1 hour അല്ലെങ്കിൽ 2 hour പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും ഇവരുടെ എൻഡ് റിസൾട്ടിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞോട്ടെ, ഇൻ്റഗ്രേറ്റഡ് ബാച്ചസ് വളരെ നല്ലതാണ് കമ്പയർഡ് ടു എൻട്രൻസ് കം ട്യൂഷൻ ബാച്ചസ് എന്ന് പറയും. അതായത് അവിടെ സ്കൂളിൽ പഠിച്ച് വന്നിട്ട് പിന്നെ കോച്ചിങ് സെൻറ്ററിൽ വന്നിട്ട് എൻട്രൻസ് എടുക്കുന്ന കുട്ടികൾക്ക് വൈകുന്നേരം വീട്ടിൽ ചിലപ്പോൾ 7 മണിക്കും 7:30 എത്താൻ പറ്റുന്നത്. അപ്പോൾ ഈ 6 hours സ്റ്റഡി കുറഞ്ഞൊരു 3 അല്ലെങ്കിൽ 4 hours സ്റ്റഡി ആക്കി മാറ്റും. അവിടെ ഈ ചോദ്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെങ്കിലും അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇൻ്റഗ്രേറ്റഡ് ബാച്ചസ് വളരെ നല്ലതാണ്. ആൻഡ് ഇപ്പം എന്താ പറയുക, ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, അതായത് ഒരു 70% ഒക്കെ വിചാരിച്ചു എന്നെ പോലെ, ഞാനൊരു ബിലോ ആവറേജ് ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പഠിത്തത്തിൽ മോശമായതുകൊണ്ട് ഒരിക്കലും ചിന്തിച്ചിട്ട് പോലില്ല കോച്ചിങ് സെന്റർ അല്ലെങ്കിൽ നീറ്റ് എഴുതി എഞ്ചിനീയറിംഗ് മെഡിസിൻ ചിന്തിച്ചിട്ട് പോലില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങനത്തെ സ്റ്റുഡൻസിന് പറ്റുമോ എന്നുള്ളതാണ്. ഈ ഒരു ഡ്രീം ഓഫ് ഗെറ്റിംഗ് ഇൻ ടു IIT ആൻഡ് ഓൾ പോസിബിൾ ആണെന്ന് പറയാം. പക്ഷെ അവിടെ നമുക്ക് ഒത്തിരി ഹാർഡ് വർക്ക് എന്ന് പറയാം, അത് ഒരിക്കലും നമ്മൾ
നമുക്ക് കളയാൻ പറ്റാത്തൊരു സംഗതി എന്ന് പറയുന്നത് ഹാർഡ് വർക്കാണ്. പലപ്പോഴും ആളുകൾ സ്ട്രെസ് ചെയ്യാത്തൊരു ഏരിയയും കൂടിയാണ് ഹാർഡ് വർക്ക്. കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. നമ്മൾ അത്ഭുതപ്പെടുത്തിയ പല കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ മാർക്കൊന്നും ഇല്ലാതെ നമ്മളടുത്തേക്ക് വരികയും പ്യുവർ ഹാർഡ് വർക്ക് വെച്ചിട്ട് ഓരോ പരീക്ഷയിലും മുന്നോട്ട്. ഇപ്പോൾ റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു 2018-19 ബാച്ചിലാണെന്ന് തോന്നുന്നു. റിച്ചാർഡ് നല്ല മിടുക്കനായിരുന്നു, നന്നായി പാട്ടൊക്കെ പാടും, അവൻ ഗിറ്റാർ വായിക്കും, അതേപോലെ ഒത്തിരി സ്കില്ലുകളുള്ള ഒരു കുട്ടിയാണ്. എന്നാൽ പഠിത്തത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവന് +2 വലിയ മാർക്കൊന്നുമില്ല, 80ന്റെ അടുത്ത് അതിൽ താഴെ മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവൻ നമ്മളെ ക്ലാസ്സിൽ വരുന്നു, എന്നിട്ട് ആദ്യത്തെ പരീക്ഷകളിലൊക്കെ അവന്റെ മാർക്ക് വളരെ കുറവാണ്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്ന് വെച്ചാൽ ഓരോ പരീക്ഷ കഴിയുമ്പോഴും അവന്റെ മാർക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ടും അവസാന പരീക്ഷ എത്തുമ്പോൾ പോലും നമുക്ക് ടോപ്പിലേക്കൊന്നും അവൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിൽ ഒരു 6 റാങ്ക് 7 റാങ്ക് ആ റേഞ്ചിലൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മൾ റിസൾട്ട് വരുമ്പോൾ റിച്ചാർഡ് എല്ലാവരും അത്ഭുതപ്പെടുത്തുകയാണ്. നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം അവന്റെ ഹാർഡ് വർക്കിൽ മുകളിൽ നമുക്ക് വിശ്വാസമുണ്ട്. ബട്ട് അവന് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഏറ്റവും ടോപ്പ് റാങ്ക് അവൻ വാങ്ങുകയും ഇപ്പോൾ ചൂസ് ചെയ്തത് അവന് എവിടെയും കിട്ടുമായിരുന്നു, പക്ഷെ അവൻ ചൂസ് ചെയ്തത് തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ്. അപ്പം നമുക്ക് സന്തോഷമാണ് ഭയങ്കരമായിട്ട്. നമ്മളെ കുട്ടികൾ എഫേർട്ട് ഇട്ടിട്ട്, പ്രത്യേകിച്ച് ചില കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട്, നല്ല ബ്രെയിനുള്ള കുട്ടികൾ, നല്ല കപ്പാസിറ്റി ഉള്ള കുട്ടികൾ ചിലപ്പോൾ ഉഴപ്പാൻ ഉള്ള ടെൻഡൻസി വരും. അപ്പം അങ്ങനത്തെ വരുന്ന കുട്ടികളൊക്കെ നമുക്ക് ട്രാക്കിലേക്ക് വീണ്ടും 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 വലിച്ചടുപ്പിക്കേണ്ടി വരും. പക്ഷേ ചില കുട്ടികളുണ്ട്, അവർ ആ ട്രാക്കിൽ തന്നെയാണ്. അവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അവരെത്തുന്നത് കാണുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം, അതാണ് ആക്ച്വലി ഈ ഒരു കരിയറിൽ ഏറ്റവും. നമുക്ക് സാലറിയോ അല്ലെങ്കിൽ അതൊന്നും അല്ല, നമ്മളെ കുട്ടികൾ പഠിച്ച് നല്ല റിസൾട്ടായി മാറുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, ദാറ്റ്സ് ഹ്യൂജ്, ദാറ്റ്സ് റിയലി ഹ്യൂജ്. പ്രവീൺ സാർ ഇപ്പം കഴിഞ്ഞ വർഷം നീറ്റ് എഴുതിയ പോലെ പറഞ്ഞു. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾക്ക് കുട്ടികളുടെ മനസ്സിലൂടെ, ഇപ്പം ഞാൻ വരുന്നത്, ഞാൻ IIT JEE എഴുതിയിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണ് ഐസറിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഐ വാണ്ടഡ് ടു, പിന്നെ ബയോളജിയിലൊക്കെ എത്താണ്, നമ്മൾ നീറ്റിനാണല്ലോ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഐ റിയലി വാണ്ടഡ് ടു നോ വാട്ട് ഇറ്റ് റിയലി ടേക്സ്. അതായത് കുട്ടികളുടെ മനസ്സിലൂടെ എന്താണ് പോകുന്നത്, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഈ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്. അത് തന്നെയാണ്. ഓഫ് കോഴ്സ് എനിക്ക് ഐ എം എ ടീച്ചർ, ഐ നോ ഇന്റൻഷൻ ടു ബി എ ഡോക്ടർ ഓർ എനിത്തിങ്. ഓക്കെ, ബട്ട് ഐ വാണ്ടഡ് ടു ഡു ദാറ്റ് മച്ച് ബെറ്റർ. നമ്മൾ ഓൾറെഡി സാധിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് കുട്ടികളുടെ ഒപ്പം നിന്നിട്ട് ഞാൻ അടുത്ത കൊല്ലം ഞാൻ എഴുതുന്നുണ്ട്. ഞാൻ ഒരു പക്ഷേ ഇനി ഇവിടുന്ന് എല്ലാ കൊല്ലവും ഞാൻ എഴുതും, കാരണം ഓരോ തവണയും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ എനിക്ക് ഷിനാസ് സാറിനെയൊക്കെ പോലെയുള്ള, ശോഭ മാഡത്തിനൊക്കെ പോലെയുള്ള സപ്പോർട്ട് ചെയ്യാനുണ്ട്. എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന്, ഇപ്പൊ ഫിസിക്സിൽ എനിക്ക് ബയോളജി ലൈക്ക് ഐ നോ ഓൾമോസ്റ്റ് എവറിത്തിങ്, പക്ഷെ ഫിസിക്സിൽ ഡൗട്ട് ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഷിനാസ് സാറിന്റെ മെസ്സേജ് ഇപ്പൊ തന്നെ നമ്മൾ മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും ഒരു 5 മെസ്സേജ് ഉണ്ടായിരിക്കും. I did not stop. ഇപ്പൊ ഓൾറെഡി ഞാൻ never stops. That's very important. പലപ്പോഴും ടീച്ചേഴ്സ് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം എനിക്കറിയാം, ഇനി ഒന്നും അറിയാനില്ല. ഓരോ കൊല്ലവും നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മളെ കുട്ടികളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, നമ്മളെ കൊലീഗ്സ് നിന്ന് പഠിക്കുന്നുണ്ട്. ദാറ്റ് ലേണിംഗ് പ്രോസസ് റിയലി ഇമ്പോർട്ടന്റ് and it's really I experience very useful. Okay, I'm going to ask you a very Gen Z question now. Do you guys use ChatGPT? Of course. Yeah, you use it. അപ്പൊ നമ്മൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് പക്ഷെ സയൻസിന് ChatGPT ഇസ് നോട്ട് വെരി ദാറ്റ് ഗുഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ. കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഒന്നും അത്രക്ക് അങ്ങോട്ട് എഫിഷ്യന്റ് ആയിട്ടില്ല. Now that is an information. നമ്മൾ എക്സ്പെർട്ട് മൈൻഡ്സ് പറയുന്നത് ChatGPT is not as efficient as them. ChatGPTക്ക് നമ്മളൊരു പ്രോബ്ലം കൊടുക്കുകയാണ്, ഫിസിക്സ് പ്രോബ്ലം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കെമിസ്ട്രി പ്രോബ്ലം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ChatGPT നമ്മളൊരു കാര്യം പറയും, ഇതാണ് ഉത്തരം എന്ന് പറയും. അപ്പൊ നമ്മൾ തിരിച്ചിട്ട് അല്ലല്ലോ ChatGPT എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ് നിങ്ങൾ പറഞ്ഞാണ് ശരി തിരിച്ചു പറയും. 3 പ്രാവശ്യം അതേപോലെ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT മാറ്റി പറയും. അതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി സയൻസിൽ കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നിയത് ആക്ച്വലി ഡീപ് സീക്ക് ആണ്. ഈ ഒരു ചൈനീസ് that gives more precise answers in my experience. ChatGPT is not still there. Are not boring, guys. They are very updated with technology and everything. You can see they use it and they're ready to tell you, counter you with things if you come also. നീറ്റ് എഴുതിയ കാര്യത്തിൽ പ്രവീൺ സാർ, നമ്മുടെ എൻട്രൻസ് ട്യൂട്ടേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ പ്രവീൺ സാർ വലിയ സ്റ്റാറാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു ഏജില്, അതായത് ബയോളജിയാണ് സാറ് പ്രൈമറിലി എടുക്കുന്നത്, ഫിസിക്സും കെമിസ്ട്രിയും എക്സ്ട്രാ പഠിച്ചിട്ട് അവർ എഫേർട്ട് ഇട്ടിട്ട് എഫേർട്ട് ഇടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആർക്കും സാധിക്കും എന്നുള്ളതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത്യാവശ്യം മോശമില്ലാത്ത സ്കോർ വരും. ഏതൊരു ഏജിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ടേ കോച്ചിങ് എന്ന് ചോദിച്ചാലോ? അപ്പൊ ഈ ഒരു 8ാം ക്ലാസ്സിലൊക്കെ തുടങ്ങണം എന്നുണ്ടോ? എന്റെ അഭിപ്രായത്തില് നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഡ്രീം അനുസരിച്ചിരിക്കും. നമുക്ക് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെല്ലാം നല്ല രീതിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ 8th സ്റ്റാൻഡേർഡിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നോർത്ത് ഇന്ത്യയിലെ സ്റ്റുഡൻസ് ഒക്കെ
വെരി ഏർലി, അത് ഏർലി ബിഗിനർ അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടും. നമ്മളെ സ്റ്റുഡൻസ് പലപ്പോഴും ചെയ്യുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ് 11th എത്തുമ്പോഴാണ് ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. ഈ 10th വരെയുള്ള സിലബസ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് പരിമിതമാണ്. 11th കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് സിലബസിൽ ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ ഉണ്ട്. ഈ സ്റ്റുഡൻസ് ഇതുമായിട്ട് കോപ്പപ്പ് ചെയ്യുമ്പോൾ തന്നെ കുറെ സമയം എടുക്കും. പിന്നെ ചിലർ മലയാളം മാത്രമായിരിക്കും, പക്ഷേ ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ അതിന്റെ ഒരു പ്രഷറും കൂടി ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 8th വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. എൻ്റെ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്താ വെച്ചാൽ ഒരു 8th ഒരു സ്റ്റുഡന്റിനെ പിക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി കാലിബിളുള്ള സ്റ്റുഡന്റ് ആയിരിക്കണം. എല്ലാവർക്കും അതിൽ പറ്റില്ല, സൂപ്പർ ബാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്റ്റുഡന്റിനെ 8th 9th 10th 11th ഒരു പകുതി ആകുമ്പോഴത്തേക്ക് ആളെ ഫുൾ +1 +2 എല്ലാ കണ്ടന്റ്സും പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് 11th 12th ചെയ്യിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലും IIT അഡ്വാൻസിലെ ഫസ്റ്റ് റാങ്ക് ആണെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം. ഞാനിത് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. ആരിലാണ്? എൻ്റെ മോൻ ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവന് ഞാൻ പഠിപ്പിക്കുന്നത്, ഇപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. വളരെ എളുപ്പമായിട്ടുള്ള സാധനമാണ്. അത് എന്തുകൊണ്ട് നമ്മളെ 8ാം ക്ലാസ്സുകാർക്ക് 9ാം ക്ലാസ് പഠിപ്പിച്ചുകൂടാ? അവന് പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ സിലബസിൽ അത് 11th 12th അതുകൊണ്ട് നമ്മൾ 12th പഠിപ്പിക്കുന്നു. So you are telling me that we should actually change a lot in our syllabus, right? കാരണം 8th 9th 10th കുട്ടികൾ പഠിക്കുന്ന കണ്ടന്റ് കുറവാണ്. നമുക്ക് അവരെ their minds are way more capable of more potential for more. എല്ലാ സ്റ്റുഡൻസിനും ഇത് പറ്റണമെന്നില്ല. അത് നമ്മൾ പിക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ ആന്ധ്ര പോലത്തെ സംസ്ഥാനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, തെലങ്കാന പോലത്തെ സംസ്ഥാനം, അവിടെ ഒരു കൊല്ലം IIT JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ലൈക്ക് 6,000 8,000 റേഞ്ചിലൊക്കെയാണ്. ഓക്കെ, ദാറ്റ്സ് ഹ്യൂജ്. കേരളത്തിൽ ഒരു പക്ഷേ അത് കൃത്യമായിട്ട് ഡാറ്റ എനിക്കറിയത്തില്ല, സ്റ്റിൽ അത് 500 താഴെ. IIT എത്തുന്നത് എനിക്ക് സാറേ 150 പിള്ളേർ, 150 അത്രയും കുട്ടികളെ കേരളത്തിൽ നിന്ന് മൊത്തം. Why we the state with the highest literacy rate? ലിറ്ററസിയും ഈ ഒരു ഹൈ എൻഡ് അതിപ്പോ നമ്മൾ നോക്കുകയാണെന്ന് പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിലാണ് ഏറ്റവും നല്ല ഹെൽത്ത് സിസ്റ്റം ഉള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളെ മന്ത്രിമാരൊക്കെ പുറത്തു പോകുന്നത് എന്നുള്ളത്. രണ്ട് ഡിഫറൻസ് ഉണ്ട്. അതായത് പബ്ലിക് എഡ്യൂക്കേഷനും അല്ലെങ്കിൽ ലിറ്ററസി ലെവലും ഹൈ എൻഡ് സംഗതിയും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ്. എന്നാൽ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളുണ്ട്. നമ്മൾ അവരെ കൃത്യമായിട്ട് വളരെ യങ് ഏജിൽ നിന്ന് തന്നെ അവരെ പുഷ് ചെയ്ത് അവരെ പുഷ് ചെയ്യണ്ട, അവരെ ഗൈഡ് ചെയ്താൽ മതി. അവരെ കൃത്യമായിട്ട് ട്രാക്കിൽ വെച്ചുകൊണ്ട് മെന്റർ ചെയ്ത് കൊണ്ടുപോയാൽ മതി. കൃത്യമായിട്ട് അവർക്ക് എത്താൻ സാധിക്കും, യാതൊരു സംശയമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൽ ഒരു കൊല്ലം കൂളായിട്ട് ഒരു 1500 കുട്ടികളൊക്കെ IIT പോലത്തെ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷെ തുടക്കം തൊട്ട് തന്നെ അവർക്കുള്ള ഒരു ഗൈഡൻസ് വേണം, അവിടെ മെന്ററിങ് വേണം. പക്ഷെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഒരു മോട്ടിവേഷണൽ സ്പീക്കർ വന്നിട്ട് ഒരു സെഷൻ എടുത്തെന്ന് വിചാരിച്ചോ, അന്നത്തെ ദിവസം ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും, പിറ്റേ ദിവസം കുറച്ചൊന്ന് ഡൗൺ ആവും, പിന്നെ അങ്ങനെ ഡൗൺ ആയി പോകും. അപ്പം നമ്മൾ മോട്ടിവേഷൻ ഉള്ള ദിവസം മാത്രമേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക്ഔട്ട് ആവില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മോട്ടിവേഷൻ ഷുഡ് കം ഫ്രം വിത്തിൻ, അല്ലെ? നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. മോട്ടിവേഷനേക്കാളും ഞാൻ ആവശ്യപ്പെടുന്നത് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഇപ്പം ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ മോട്ടിവേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും എല്ലാ ദിവസവും നമ്മൾ ഇതേ ഒരു കേവിൽ പഠിച്ചുകൊണ്ട് പോകും. അത് എൻഡ് റിസൾട്ട് നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യും. കൺസിസ്റ്റൻസി അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. ഒരു മീഡിയോക്കർ ഇന്റലിജൻസ്, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മീഡിയോക്കർ ഇന്റലിജൻസ് മതി. ലോട്ട് ഓഫ് സ്മാർട്ട് വർക്ക് ആൻഡ് ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിലോട്ട് ഇപ്പൊ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ ചിലപ്പം മുന്നേ എവിടെയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ എന്റെ കേസിൽ തന്നെ പറയുകയാണെങ്കിൽ, എനിക്ക് 10th +2 കാര്യമായിട്ട് മാർക്കുകളില്ല. ഇപ്പോൾ +1 +2 ഫിസിക്സിൽ കിട്ടിയ മാർക്കിനേക്കാളും എനിക്ക് IIT JEE ഫിസിക്സിന് മാർക്ക് വന്നിട്ടുണ്ട്. IIT JEE ഫിസിക്സ് എന്ന് പറഞ്ഞാൽ 1 ഓഫ് ദി ടഫസ്റ്റ് ഫിസിക്സ് എക്സാംസ് ആണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു +1 +2 കൂടെ തന്നെ നമ്മൾ നല്ലവണ്ണം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, എന്നിട്ടും നമുക്ക് മാർക്ക് കയറിയില്ല, അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കോച്ചിങ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മറ്റ് കരിയർ ഓപ്ഷൻസ് നമുക്ക് നോക്കാവുന്നതാണ്. അതല്ല, നമ്മൾ എന്താണ് പറയുക, നമുക്ക് തന്നെ ഒരു തോന്നലുണ്ട് നമ്മളെ കൊണ്ട് പറ്റും, പക്ഷെ നമ്മൾ അതിനു മുമ്പ് എഫേർട്ട് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഒരു എഫേർട്ട് ഇട്ട് കൊടുത്താൽ കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് എന്തായാലും ഒരു സ്റ്റെം ഫീൽഡാണ് നമുക്ക് എന്താ പറയാൻ പറ്റുക, ഒരു ഗ്യാരണ്ടീഡ് കരിയർ ഓപ്ഷൻ. ഇപ്പം ബാക്കി നമ്മൾ മ്യൂസിക് അതല്ലെങ്കിൽ സ്പോർട്സ് കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും അതിലൊക്കെ നമ്മൾ എന്താണ് പറയുക, ഒരു സർവൈവർ ബയാസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കഥ മാത്രമാണ് അതിലൊക്കെ ഇപ്പോ കേരളത്തിൽ ഇപ്പൊ ക്രിക്കറ്റ് കൊണ്ട് മാത്രം ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരുടെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഒരു ജനറേഷനിൽ തന്നെ കാണുള്ളൂ. ഇപ്പൊ സഞ്ജു സാംസണെ വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമത്തെ ഒരു പേര് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം, അല്ലെ? അപ്പോ അതേപോലെ മ്യൂസിക് ഒക്കെ ആണെങ്കിലും ബാക്കി കരിയർ ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിലും ഒരു ജനറേഷനിൽ ഒരു ഫിക്സഡ് നമ്പറേ ഉള്ളൂ. പക്ഷെ സ്റ്റെം ഫീൽഡ് അതല്ലെങ്കിൽ അക്കാഡമിക് ഫീൽഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷങ്ങളിലും 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വർഷം മാറ്റി വെക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഒരു ലോങ് കരിയർ നോക്കുകയാണെങ്കിൽ 35 ഇയേഴ്സിൻ്റെ കരിയറിൽ നമ്മൾ 1-2 വർഷങ്ങൾ ഒരു എഫേർട്ട് ഇട്ട് നോക്കുന്നതിന് യാതൊരു തെറ്റുമില്ല തെറ്റുമില്ല. എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. ലൈക്ക് എന്തിനാ ഒരു വർഷം വേസ്റ്റ് ചെയ്യുന്നേ, എന്തിനാ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്തിനാ വെറുതെ അഡ്മിഷൻ നല്ലൊരു കോളേജിൽ പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുത്ത് കയറിയാ പോരെ, അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പം അതിനോട് ഒരു ആൻസർ ആണ് സാർ ഇപ്പൊ പറഞ്ഞത് അല്ലെ? അതെ, അത് നമ്മളിപ്പോൾ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ എയിംസ് ഒക്കെ അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരു സാധാരണ കേരളത്തിലൊരു കോളേജിൽ നമ്മൾ ബിടെക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഹയർ സ്റ്റഡീസ് ആണ് താല്പര്യം, ജോലിക്ക് പോകേണ്ട ആൾക്കാരുണ്ടാവുമായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. അപ്പോൾ ഹയർ സ്റ്റഡീസ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ കേരളത്തിലൊരു കോളേജിൽ പഠിച്ചിട്ട് പോകുന്ന ആളുടെ ഹയർ സ്റ്റഡീസിന്റെ ഒരു അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് മിക്കവാറും അറ്റ്ലീസ്റ്റ് IITസിൽ MTech ചെയ്യാം, അതല്ലെങ്കിൽ NITസിൽ MTech ചെയ്യാം. ഇനി NITയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഓൺ ആൻ ആവറേജ് നോക്കുന്നത് IITസിൽ MTech ചെയ്യാം, വളരെ കുറച്ച് പേര് പുറത്ത് MTech ചെയ്യാം അല്ലെങ്കിൽ PG ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും. നേരെ മറിച്ച് IITസിലൊന്നും ആരും ഒരു 90% ഹയർ സ്റ്റഡീസിന് പോകുന്ന ആൾക്കാരും IITs അല്ല എയിം ചെയ്യുന്നത്. ഹയർ സ്റ്റഡീസ് എയിം ചെയ്ത് വരുന്നവരെല്ലാവരും ഹാർവാർഡ്, MIT, അതല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് പോലെയുള്ള US യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് എയിം ചെയ്യുന്നത്. അപ്പം നമ്മുടെ എയിംസ് അതിനനുസരിച്ച് നമ്മുടെ പിയർ ഗ്രൂപ്പ് ഇതിനനുസരിച്ച് നമ്മുടെ കരിയറും ഗ്രോത്തും മാറിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് നേരത്തെ പ്രേം സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തിലേക്കാണ് നമുക്ക് എക്സ്പോഷർ കിട്ടുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ എയിംസും നമ്മളുടെ ഒരു ലക്ഷ്യബോധം ഷെയ്പ്പ് ചെയ്യപ്പെടുക. ഇപ്പം നമ്മളൊരു ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നാണ് അല്ലെങ്കിൽ ഒരു സ്മോൾ വില്ലേജിൽ നിന്നാണ് വരുന്നത്, നമ്മളെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നമ്മളെ കസിൻസ് എല്ലാവരും ലോക്കൽ ജോലികളൊക്കെ അങ്ങനെയല്ല, എന്താണ് സാധാരണ ജോലികളൊക്കെ ചെയ്ത് ഓട്ടോ ഓടിക്കലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ബിഗ്ഗർ ആയിട്ടുള്ള ഒരു എയിം നമുക്ക് ഉണ്ടാവില്ല, അത് ക്രിയേറ്റ് ചെയ്യപ്പെടുക ഇല്ല, അല്ലെങ്കിൽ അത് സാധിക്കുമെന്നുള്ള ഒരു ചിന്ത പോലും നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ കുറച്ചും കൂടി നല്ലൊരു എക്സ്പോഷർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കുന്ന സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ നമ്മളൊപ്പമുള്ള കുട്ടികൾ അവരുടെ പേരൻസിന് നല്ല എക്സ്പോഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ സംസാരിക്കും. ഞാൻ IIT എഴുതിയിട്ടാണ് ഞാൻ ഐസറിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ IITനെ കുറിച്ച് അറിയുന്നത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പ്രൊഫസറിന്റെ മകനായിട്ടുള്ള ഒരു സ്റ്റുഡന്റ്, എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നാണ്. അവൻ 9ാം ക്ലാസ് തൊട്ടേ പറയുമായിരുന്നു IIT പഠിക്കണം, അതിന് വേണ്ടിയിട്ട് അവനെ കോച്ചിങ്ങിനെ കുറിച്ച് സംസാരിക്കും, ഇന്ന ബുക്കുകൾ ചെയ്യുന്നതിനെ കുറിച്ച്, വർക്കൗട്ട് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ അത് കേൾക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ IIT എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, അവിടെ പോകുന്ന എന്തോ വലിയ കാര്യമാണ്. നമുക്ക് ഇതിന്റെ ആ ഒരു എത്രത്തോളം എന്നുള്ള ധാരണയൊന്നും ഇല്ല, പക്ഷെ എന്തോ വലിയൊരു സംഗതിയാണ് ഈ IIT പോവുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി എഫേർട്ട് ഇടുകയും ചെയ്യാം. അങ്ങനെയാണ് IIT ക്വാളിഫൈ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അഡ്വാൻസ് ക്ലിയർ ചെയ്യാൻ പറ്റി. പക്ഷെ എന്നാൽ പിന്നീട് ഞാൻ കുറച്ചുകൂടി നല്ലത് ഐസർ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു റാങ്ക് വെച്ചിട്ട് ഐസറിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ അവിടെയുള്ള ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള സയന്റിസ്റ്റുകളാണ്. ഇപ്പൊ നമ്മൾ ലോക്കൽ നമ്മളെ നാട്ടിലുള്ള ഒരു സാധാ കോളേജിൽ പോയിട്ട് സയൻസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് കിട്ടുന്നത് ആ ഒരു എക്സ്പോഷറുള്ള ടീച്ചേഴ്സിനെ ആയിരിക്കില്ല. മാത്രമല്ല നമ്മളിപ്പോൾ ഫിസിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫിസിക്സിന്റെ വഴിയിലൂടെ മാത്രമാണ് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുക. എന്നാൽ ഒരു ഐസർ പോലത്തെ സ്ഥാപനത്തിൽ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്സിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ മാത്സ് ചെയ്യാം, വേണമെങ്കിൽ ബയോളജി ചെയ്യാം, നമുക്ക് നമ്മളുടേതായിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള മൈനറുകൾ സെലക്ട് ചെയ്യാം, പല കോമ്പിനേഷൻസ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്കൊരു കോഴ്സ്, ഒരു ന്യൂറോ ബയോളജിയുടെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അത് പഠിപ്പിച്ചത് 3 ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഫാക്കൽറ്റീസാണ് 3 സെഷൻസ് ആയിട്ടാണ് ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഫിസിക്സിലാണെങ്കിൽ അതിന്റെ MRI എങ്ങനെയാണ് സ്കാനിങ് എടുക്കുന്നത്, അതിന്റെ ഫിസിക്സ് എന്താണെന്നുള്ളത്, അതേപോലെ ഇതിന്റെ ബയോളജി, ഓഫ് കോഴ്സ് ന്യൂറോൺസിന്റെ ബയോളജി കാര്യങ്ങൾ വേറൊരു ബയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ടീച്ചർ, ഈ ന്യൂറൽ നെറ്റ്വർക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, മാത്സ് എന്നുള്ള പല ഹയർ എൻഡ് തിയറികൾ, ഗ്രാഫ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തിയറികളൊക്കെ വെച്ചിട്ടുള്ള കണക്ഷൻസിനെ കുറിച്ച് ദാറ്റ് വാസ് നമ്മളെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. എത്രത്തോളം ഇങ്ങനെ ഒരു നല്ലൊരു എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ കണക്ഷൻസ് ഉണ്ടാവും എന്നുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ പറഞ്ഞതിന്റെ കൂടെ ഇതേപോലെ തന്നെ നമുക്ക് മൈനേഴ്സ് ഇഷ്ടമുള്ള മേജർ നമ്മുടെ ഇപ്പോൾ ബിടെക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആണെങ്കിൽ അത് കൂടാതെ തന്നെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷമായിരിക്കും നമ്മുടെ പല കരിയർ ഓപ്ഷൻസിനെ കുറിച്ച് നമുക്കൊരു എക്സ്പോഷർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും IITസിൽ പോവുകയാണ്, അതല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോട്ട് പോവുകയാണ്, എല്ലാവരും എഞ്ചിനീയറിംഗ് ജോബ്സിലോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ഒരു മേജർ അവിടുത്തെ പ്ലേസ്മെന്റിനെല്ലാം ഏറ്റവും കോമ്പറ്റീഷൻ ഒന്നും വരുന്നത് എഞ്ചിനീയറിംഗ് ജോബ്സിനല്ല, മെയിൻലി ബിസിനസ് കൺസൾട്ടൻസീസ് ജോബ്സിനൊക്കെയാണ്. അതൊക്കെ നമ്മൾ അവിടെ എത്തുമ്പോഴേ അറിയുന്നുള്ളൂ ഇങ്ങനത്തേതൊക്കെ.
അപ്പോൾ നമ്മുടെ കരിയർ എന്താണോ ചൂസ് ചെയ്യാൻ നമ്മൾ അവിടെ എത്തിയിട്ട് അല്ലെങ്കിൽ എക്സ്പോഷർ കിട്ടിയതിന് ശേഷം തീരുമാനിച്ചാലും അതിൽ എക്സൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ നമുക്ക് മൈനേഴ്സ് ആയിട്ടും എലക്റ്റീവ്സ് ആയിട്ടൊക്കെ ചൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ ഓട്ടോണോമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ സപ്പോസ് നമുക്ക് മാനേജ്മെന്റ് ഫീൽഡിലോട്ടാണ് താല്പര്യം, വി ക്യാൻ ചൂസ് മൈനർ ആസ് മാനേജ്മെന്റിലെ 3-4 കോഴ്സുകൾ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടെക്നോളജി ഫീൽഡിൽ ഇമേജ് പ്രോസസ്സിങ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടെക്നോളജി ഫീൽഡിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എലക്റ്റീവ് കോഴ്സുകൾ നമുക്ക് ചൂസ് ചെയ്തിട്ട് അതിലൊരു എക്സ്പോഷർ ഉണ്ടാക്കിയെടുത്ത് അതിൽ എക്സൽ ചെയ്യാൻ പറ്റാനുള്ള, അതൊന്നും നമ്മുടെ ഒരു നോർമൽ കോളേജസിൽ പഠിച്ചു വെച്ചാൽ കിട്ടണം എന്നില്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ആക്ച്വലി ഇതായിരുന്നു. ലൈക്ക് നമുക്കിപ്പം കേരളത്തിൽ ഇപ്പം ഒരു പറച്ചിലുണ്ട്, ഒരു കല്ല് മേളിലോട്ട് എറിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു എഞ്ചിനീയറുടെ തലയിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ തലയിൽ. അപ്പം വാട്ട് ദാറ്റ് ഇമ്പോസസ് ഓൺ ദ കറന്റ് ജനറേഷൻ ഇസ് ദ ഫാക്ട് ദറ്റ് ഇറ്റ്സ് എൻ ഈസി തിങ് ടു ബിക്കം എൻ എഞ്ചിനീയർ, ഇറ്റ്സ് എൻ ഈസി തിങ് ബിക്കോസ് പോയി അഡ്മിഷൻ എടുത്താൽ മതി. ബട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ graduating from an institute like this and from like a very private institute is very different. അല്ലേ? അത് ലോകം തന്നെ അതിന്റെ ഒരു വളരെ വലിയ വിശാലമായിട്ടുള്ള ഒരു ലോകമാണ് എമിനന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുറന്നു തരുന്നത്. എന്നാൽ അത്രയ്ക്ക് ഒരു എക്സ്പോഷർ ഒരിക്കലും നമുക്ക് നോർമൽ ഒരു പ്രൈവറ്റ് കോളേജിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഒരു മീഡിയോക്കറിലോട്ട് നമ്മൾ സെറ്റിൽ ചെയ്യരുത്, എക്സൽ ചെയ്യാൻ നോക്കണം. പലരും ഈ ബിടെക്കും പിന്നെ അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് BS കോഴ്സ് ഒക്കെ എടുക്കുന്നത് ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് മീഡിയോക്കർ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള പ്ലേസ്മെന്റും IIT അല്ലെങ്കിൽ NITസിലുള്ള പ്ലേസ്മെന്റും കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ റീസെന്റ് ഞാൻ വായിച്ചിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് പ്ലേസ്മെന്റ് IIT മദ്രാസിലുള്ളത് ക്വാണ്ട് എഞ്ചിനീയർ ആയിട്ട്. ഓക്കെ, ആൾക്ക് 4.3 crores per annum ആണ് സാലറി. അതാണ് ഹയസ്റ്റ് പ്ലേസ്മെന്റ് കിട്ടുന്നുള്ളത്. അപ്പം പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് കമ്പനീസ് സാധാരണ IITസിലോട്ടും NITസിലോട്ടും ഒക്കെയാണ് വരുന്നത്. സർവീസ് ഓറിയന്റഡ് കമ്പനീസാണ് മറ്റേത്. അവരുടെ സാലറി ലെവലും അവരുടെ കരിയർ ഗ്രാഫ് ഒക്കെ വേറെ തന്നെ ആയിരിക്കും. Y=X പോലെ, മറ്റേതാണെങ്കിൽ E⁻X പോലെ ഡിഫറൻസ് ഉണ്ടാവും. നമ്മളിപ്പം നല്ല പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം IIT അല്ലെങ്കിൽ അതുപോലുള്ള എൻട്രൻസ് എക്സാംസ് എഴുതണം. ഓക്കെ, വാട്ട് ഇഫ് ഐ ഡോണ്ട് ക്വാളിഫൈ ഫോർ എനി ഓഫ് ദീസ് എക്സാംസ്? ഓക്കെ, എന്ത് ചെയ്യാം? പിന്നെ നമ്മൾ ഒരു സെക്കൻഡറി ആയിട്ട് നമ്മൾ എന്തായാലും കീം എക്സാം എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് വേറെയും എക്സാംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കീമിൽ ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് കീം ത്രൂ എനിക്ക് കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് നമുക്ക് ഏകദേശം എല്ലാ സ്റ്റുഡൻസിനും ഇപ്പം ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് അറിയായിരിക്കും. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, പിന്നെ നമ്മൾ ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, പിന്നെ മോഡൽ, പിന്നെ നമ്മൾ TKM, ആ ലെവലിലാണ് വരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു കാര്യം അറിഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, നമ്മൾ ഈ വൺ ഓഫ് ദീസ് കോളേജ്, അതായത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റിന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് BS എന്ന് പറയുന്ന ഒരു കോഴ്സ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ 2022 തോന്നുന്നു അവർ സ്റ്റാർട്ട് ചെയ്തത്. അതിലൊരു സ്റ്റുഡൻറ്റിന് ടോപ്പ് പ്ലേസ്മെന്റ് കിട്ടിയുള്ള 52 lakhs per annum ആണ് സാലറി. അപ്പം നമുക്ക് IIT അല്ലെങ്കിൽ NITയിൽ എത്താൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ ദി എൻഡ് ഓഫ് എവറിത്തിങ് അല്ല. നമുക്ക് ഈ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ കയറിയിട്ട് അവിടുന്ന് എക്സൽ ചെയ്യാം, അവിടുന്ന് നല്ല പ്ലേസ്മെന്റ്സ് കിട്ടാം. ഇനി IITയിൽ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ IITയിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യാം? നിനാസ് സാർ പറഞ്ഞ പോലെ ഇവിടുന്ന് നമുക്ക് ഗേറ്റ് എക്സാം എഴുതാം. അതായത് MTechന് ക്വാളിഫൈ ചെയ്യുന്ന എക്സാമാണ് ഗേറ്റ് എക്സാം. ഫൈനൽ ഇയറിൽ നമ്മൾ ആ എക്സാം എഴുതി, തേർഡ് ഇയറിൽ എഴുതാൻ തോന്നുന്നു. ഫൈനൽ ഇയറിന് ആ എക്സാം എഴുതിയിട്ട് നമുക്ക് നല്ല ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിൽ കയറാം. IIT അല്ലെങ്കിൽ IISc ബ്രാൻഡ് നെയിം നമുക്ക് കിട്ടാം. അത്തരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ പഠിക്കാൻ വിചാരിച്ചൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അതായത് പ്രഷർ ഈ നമ്മൾ പഠിക്കുമ്പോൾ ഒരു സ്റ്റുഡൻസിന് ഇപ്പം പ്രഷർ കൂടുതലാണെന്ന് പറയുന്നത്. കോട്ട രാജസ്ഥാനിലൊക്കെ ഓരോ വർഷവും അൺഫോർച്ചുനേറ്റ്ലി സ്റ്റുഡൻസ് സൂയിസൈഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ കരിയറിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് വാതിലുകൾ തുറക്കും. നമുക്ക് ജസ്റ്റ് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് കീപ്പ് അപ്പ് വിത്ത് ദ പേസ് നമ്മൾ എവിടെ വേണമെങ്കിൽ എത്താം. I personally don't think that this kind of suicidal thoughts and things are happening because of just pressure. It's also because of the environment the student has been raised in. Maybe. Like whether it's parents, the society, like idallengi onnu allannulla oru environmental pillere valarthumboഴാണ് അവർക്ക് അത് കിട്ടുമ്പം വേറെ ഒരു പേർപ്പസും ലൈഫിൽ ഇല്ലെന്ന് തോന്നി പോകുന്നത്. The problem is the other things that surrounded them, അല്ലെങ്കിൽ അവരെ അതിലോട്ട് എത്തിച്ചതിന് കുറേ കാരണങ്ങളുണ്ട്.
ഉണ്ടാവും. ഈവൻ പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ അതില് ഈക്വൽ ഷെയർ അതെ പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവൻ അത്ര മാർക്ക് കിട്ടി, നിനക്ക് നീ യൂസ്ലെസ് ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന പേരൻസ് ഉണ്ട്. അതൊരു പക്ഷെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നവരെ പുഷ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. പക്ഷെ പലപ്പോഴും ട്രൈ ചെയ്തിട്ട് അങ്ങോട്ട് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്, ചേർത്ത് പിടിക്കാന്ന് പറയില്ലേ മലയാളത്തിൽ. സപ്പോർട്ടീവ് സിസ്റ്റമാണ് വേണ്ടത് പേരൻസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും. ശരിക്കും ഞാൻ കോട്ടയിലൊക്കെയുള്ള ഇൻസിഡൻസ് വായിക്കുമ്പോൾ പേരൻസ് വളരെ പുവർ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും, ഒരുപാട് ലോണൊക്കെ എടുത്തിട്ടുണ്ടാവും, എന്നിട്ടായിരിക്കും ഈ സ്റ്റുഡൻറ്റിനെ അവിടെ അയച്ചിട്ടുണ്ടാവുക. അപ്പം ഇവന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടിയില്ലെങ്കിൽ, IITസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചു പോയിട്ട് ഞാൻ എന്ത് പറയും? അപ്പൊ പേരൻസും അവനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധമാണ് അവിടെ ബ്രേക്ക് ആവുന്നത്. ഓക്കെ, ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം, എങ്കിൽ ഇങ്ങനത്തെ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് ഒന്നും നടക്കില്ല. So can you tell us a few experiences that you have had, like stories of your students that has made you so proud? തീർച്ചയായും ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാം പറയാൻ നമുക്ക് ഈ ഒരു പരിമിതമായ സമയത്തിനുള്ളിൽ പറ്റില്ല. എന്നാലും എൻ്റെ മനസ്സിൽ വരുന്നത് എപ്പോഴും ഇൻ്റഗ്രേറ്റഡ് ബാച്ച് നമ്മൾ ഹോളി ഗ്രേസ് അക്കാഡമിയിൽ നടത്തുമായിരുന്നു. ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് 2017 തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെയുള്ളൊരു സ്റ്റുഡൻറ്റിൻ്റെ പേര് ഞാൻ പറയാം, കാശി വിശ്വനാഥൻ. ഓക്കെ, അപ്പോൾ ആള് ഫസ്റ്റ് ഇയറിൽ അവൻ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. ജെയ് മെയിനിൽ നല്ല മാർക്കില്ല ആൾ, പക്ഷേ ഐസറിൽ നല്ല മാർക്ക് മേടിച്ചു. ഐസർ ഭോപ്പാലിൽ ജോയിൻ ചെയ്തു. ഓക്കെ, ഐസർ ഭോപ്പാലിൽ ജോയിൻ ചെയ്ത് 5 years ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ ആള് ടെക്സസ് A&M അവിടെ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കരിയർ ഗ്രോത്ത് കിട്ടി. ഇപ്പോഴും കോൺസ്റ്റന്റ് ടച്ചിലുള്ളൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്. ഓക്കെ, ഈ 2017 കാലഘട്ടത്തിൽ ഞാൻ ആ സമയം മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി ഹോളി ഗ്രേസിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ആ ഇൻസിഡൻറ്റ് മറന്നു. ഈ കാശിയാണ് എന്നെ ഓർമ്മിപ്പിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം കേട്ടോ. ഐസറൊക്കെ പാസ് ഔട്ടായിട്ട് ഒരിക്കൽ വന്നു, അവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാൻ വന്നു. അപ്പോൾ സാർ ഒരു കണക്ക് ബാക്കിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, മനസ്സിലായില്ല മോനെ, എന്ത് കണക്കാണെന്ന്. അല്ല, സാറിനൊരു ഷർട്ട് ഞാൻ മേടിച്ചു തരേണ്ടത്. അപ്പോൾ എനിക്കിത് ഓർമ്മയില്ല. അപ്പോൾ അവൻ എന്നെ ഓർമ്മിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ സാർ ഒരു ഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. ഓക്കെ, പിറ്റേ ദിവസം സാർ അതേ ഷർട്ട് തന്നെ ഇട്ടു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അവൻ എന്നോട് ചോദിച്ചു, സാർ എന്താ സാറേ ഒരേ ഷർട്ട്? പാവങ്ങളല്ലേ, ടീച്ചേഴ്സ് അല്ലടാ, നീ ജോലിയൊക്കെ കിട്ടിയിട്ട് എനിക്കൊരു നല്ല ഷർട്ട് മേടിച്ചു തന്നാൽ മതി. അപ്പോൾ അവൻ ആ ഷർട്ട് മേടിച്ചു തരാൻ വരിക. അപ്പം ഞാൻ ഈ ഈ ഷർട്ട് തന്നെയാണ്, ടോമിയുടെ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, സാറ് ബ്രാൻഡഡ് ഷർട്ടൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ലൂയി ഫിലിപ്പിൻ്റെ ഒരു ഷോറൂമിൽ പോയിട്ട് എനിക്ക് ലൂയി ഫിലിപ്പിൻ്റെ ഷർട്ട് മേടിച്ചിട്ടാണ് അവൻ വിട്ടത്. ഓക്കെ, അവനായിട്ട് ഇപ്പോൾ കോൺസ്റ്റന്റ് ടച്ചിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ ആ ഹോളി ഗ്രേസിലുള്ള സമയത്ത് സാൻഡ്രോ കാറിലാണ് പോയിരുന്നത്. തലേ ദിവസം പിറ്റത്തെ ദിവസം ഒക്കെ ഞാൻ സാൻഡ്രോ കാറിലാണ് പോയിരുന്നത്. അവൻ കാറിൻ്റെ കാര്യം ചോദിക്കുകയായിരുന്നു, BMW എന്തെങ്കിലും കിടക്കുമായിരുന്നു, അത് ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും അവനുമായിട്ട് എപ്പോഴും നല്ലൊരു റാപ്പും ഉണ്ട്. ഓക്കെ, വേറൊരു ഇൻസിഡൻറ്റ് കൂടി ഞാൻ പറയാം. ഒരു അജീഷ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് ഉണ്ട് കേട്ടോ. ഒരു മീഡിയോക്കർ ബാക്ക്ഗ്രൗണ്ട്, അധികം ഭയങ്കര പഠിപ്പിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല, ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്. പലപ്പോഴും ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ ഒക്കെ ചിലപ്പം ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്, എഴുന്നേറ്റൊക്കെ കളിയാക്കിയാലൊന്നും ഒരു പ്രശ്നമില്ല, പിന്നെയും ഡൗട്ട് ചോദിക്കും. അവന് ഫസ്റ്റ് ചാൻസിൽ കിട്ടിയിട്ടില്ല. പിന്നെ അവൻ പക്ഷെ നല്ല കുത്തിരുന്ന് പഠിക്കും. അവൻ ഹോസ്റ്റലിലാണെങ്കിലും ബുക്കും പിടിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന ടൈപ്പാണ്. അതായത് പഠിച്ച് ഉറങ്ങിപ്പോവും. അപ്പോൾ ഇദ്ദേഹത്തിന് റിപ്പീറ്റ് ചെയ്തിട്ട് അവന് എന്ത് ബ്രാഞ്ചാണ് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. സാധാരണ എല്ലാവരും ഇപ്പോഴത്തെ ഒരു ഷീപ്പ് ടെൻഡൻസി പോലെ കമ്പ്യൂട്ടർ സയൻസ്, എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ്, എനിക്കും കമ്പ്യൂട്ടർ സയൻസ്. അവൻ അങ്ങനെയല്ല. അവൻ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഒന്നും അല്ല വേണ്ടത്, എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗാണ് വേണ്ടത്. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഏത് IITയിലാണ് വേണ്ടത്? എനിക്ക് ഈ സൗത്ത് ഇന്ത്യൻ ഭാഷകളൊക്കെ മടുത്തു, എനിക്ക് അങ്ങോട്ട് മുകളിലോട്ട് എവിടെയെങ്കിലും വേണം. അവസാനം അവന് കിട്ടിയത് IIT ഭുവനേശ്വറിൽ സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടി. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ മലയാളം ആഗ്രഹം കുന്നോളം കിട്ടുന്ന പറയുന്നത്, അവൻ ആഗ്രഹിച്ചത് എന്താണോ അതിന് കിട്ടി. ഓക്കെ, ഇത് രണ്ടും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഒരു 2018-19 ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. മുഹമ്മദിൻ്റെ കേസിൽ മുഹമ്മദ് അത്രയും ഒരു പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. മാത്തമാറ്റിക്സിൽ എക്സ്ട്രീം ക്രേസ് ഉള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ അത്രയും ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. എന്താണ് മാത്സിലെ ഓപ്പർച്യൂണിറ്റീസ്, എഞ്ചിനീയറിംഗ് അല്ല താല്പര്യം. അവന് ജെയിന്റെ കോച്ചിങ്ങിനാണ് വന്നതെന്നുണ്ടെങ്കിലും അവൻ വരുമ്പോ തന്നെ പറയുന്നത് എനിക്ക് ISIയിൽ കയറണമെന്നാണ്. ISI ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ബെസ്റ്റ് വൺ ഇൻ ഇന്ത്യ ഫോർ മാത്തമാറ്റിക്സ്. അപ്പൊ അത് അവൻ എവിടുന്ന കേട്ടതെന്ന് പോലും നമുക്ക് സംശയമാണ്. അപ്പൊ അവന്റെ ഒരു ടീച്ചർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ തൃശ്ശൂർ കോച്ചിന്റെ ഉണ്ട്, അവിടെ ഫാക്കൽറ്റീസ് എല്ലാം ഇങ്ങനെയാണ്, എക്സ്പോഷർ അത്യാവശ്യമുണ്ട്, അവർക്ക് ഗൈഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ അവൻ വന്നു. അത്രയും എന്താണ് പറയുക, മുമ്പ് +1 +2ൻ്റെ കൂടെയോ ട്യൂഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല.
അപ്പോൾ പക്ഷേ മാത്തമാറ്റിക്സിൽ അത്യാവശ്യം മാത്സ് മാത്രമല്ല, ഇത് നമ്മളൊരു ISI മാത്രം അത്രയും ലിമിറ്റഡ് ഓപ്ഷൻസ് ഉള്ള അല്ലെങ്കിൽ അത്രയും ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. ഒരുപാട് സ്റ്റേജസ് ഉണ്ട്, സ്റ്റേജ് 1 സ്റ്റേജ് 2 ഇന്റർവ്യൂ സ്റ്റേജസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ എന്താ പറയുക, അതൊരു റിസ്കി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും കാര്യങ്ങളെല്ലാം പഠിച്ചു പോയി. അപ്പോൾ അവസാനം അവന് എന്താണ് പറയുക, ഇന്ത്യയിൽ മാത്തമാറ്റിക്സിന് ഏറ്റവും ബെസ്റ്റ് പറയാൻ പറ്റുന്ന മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിന് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് പറയാൻ പറ്റുന്നത് ISI, പിന്നെ വേണമെങ്കിൽ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ISI ബാംഗ്ലൂരും ഉണ്ട്, കൊൽക്കട്ടയുണ്ട്. അപ്പോൾ അതിലവസാനം അവന് ഒരു ഞങ്ങളും അത്രക്ക് എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു കാര്യങ്ങളൊക്കെ. പക്ഷെ അവന്റെ ഒരു വിൽ പവർ, പാഷനായിട്ടായിരുന്നു മാത്തമാറ്റിക്സിനെ കുറിച്ച്. തുടക്കത്തിലൊന്നും ഞങ്ങള് എന്താണ് പറയാ, നമ്മള് ISI എന്നൊക്കെ പറയുമ്പോൾ നമ്മള് സാധാരണ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ് അറ്റൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്ക് കിട്ടും എന്റെ ഒരു ടൈപ്പ് എക്സാം ആണ്. നമുക്ക് മുമ്പും ISI അഡ്മിഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഹിതേഷ്, പിന്നെ പെൺകുട്ടി ഉണ്ടെന്നല്ലോ അഞ്ജലി. ISI അഡ്മിഷൻസ് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് ഒരു മുമ്പൊരു എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ഇത് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെ എക്സ്പെക്ടേഷൻസിന്റെ അപ്പുറത്തായിരുന്നു അവന്റെ റിസൾട്ട്. അവന്റെ പാരന്റ്സിന്റെ ഒക്കെ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പാരന്റ്സ് ഓട്ടോ ഒക്കെ ഓടിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു, കോഴിക്കോട് കുറ്റ്യാടി അടുത്തുള്ള ഒരു വില്ലേജിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ അവന്റെ ഒരു ടീച്ചറാണ് അവനെ ഗൈഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വിടുന്നതും. ആ ടീച്ചറാണ് അവന്റെ ട്യൂഷൻ ഫീ അല്ലെങ്കിൽ കോച്ചിങ്ങിനുള്ള ഫീ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ആ കോച്ചിങ് ഫീ ഒക്കെ നമ്മൾ ഒത്തിരി കുറച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഹോസ്റ്റല് പോലും പകുതി ഫീസ് ടീച്ചേഴ്സ് ഷെയർ ചെയ്യുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അവന്റെ ആ പാഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നും. നമുക്ക് ഈ ഒരു ISI എത്തുക എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വി വാണ്ടഡ് ടു സപ്പോർട്ട് ദാറ്റ് പാഷൻ. ഹി വാസ് സോ പാഷനേറ്റ്. അവൻ എപ്പോഴും ഇരുന്ന് പഠിക്കും. that hard work we wanted to support that and paid really ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. So the next question was, how is Coach India different from the other coaching centers? But I think we can clearly already see that. I mean they've spoken a lot, but Shenala, I want to hear from you, what makes it different? നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ഈ കുട്ടികളുടെ പാതയിലൂടെ വന്നവരാണ്. നമ്മൾ ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഷിനാസ് സാർ ആണെങ്കിൽ എല്ലാവരും തന്നെ കോച്ചിങ് കഴിഞ്ഞ് +1 +2 പഠിച്ച് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ടോ റിപ്പീറ്റ് ചെയ്യാതെയോ ഒക്കെ നമ്മൾ നന്നായിട്ടിരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തിപ്പെട്ട് അപ്പോൾ നമുക്കറിയാം ഏത് ഡയറക്ഷനിലൂടെ പോയാലാണ് ഇവർക്കിത് സാധിക്കുക, അവരെന്തൊക്കെ ചെയ്താലാണ് അവർക്കിത് സാധിക്കുക, അവരെങ്ങനെ ഗൈഡ് ചെയ്യണം, മെന്റർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ട്. ആ ഒരു ധാരണ വെച്ചിട്ട് അതിന്റെ ബലത്തിലാണ് നമ്മൾ ഈ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നതും. വളരെ കുറഞ്ഞ നമ്പർ കുട്ടികൾ, ഒരു കൊല്ലം എന്ന് പറയുന്നത് ഒരു 100ന്റെ അടുത്തൊക്കെ കുട്ടികളെ മാത്രമാണ് അഡ്മിഷൻ ഉണ്ടാവാറുള്ളത്. പക്ഷെ ആ കുട്ടികളെ നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു പ്രീഎമിനന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിലും അവിടെ കോച്ച് ഇന്ത്യയിൽ ഒരു കുട്ടി ഉണ്ടായിരിക്കും. അത് നമുക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത്രയും ഒരുപാട് സ്റ്റുഡൻസിനെ എടുത്തിട്ട് കുറച്ച് റിസൾട്ട് ഉണ്ടാക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. കുറച്ച് സ്റ്റുഡൻസിനെ എടുത്തിട്ട് നല്ല റിസൾട്ട്. റൈറ്റ് ഫ്രം 2013 നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, മെന്റർ ചെയ്ത് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഫാക്കൽറ്റി ലിസ്റ്റ് തന്നെ എടുത്ത് നോക്കിയാൽ മതി. നമ്മളിപ്പം കെമിസ്ട്രി എടുക്കുന്നത് IIT ബോംബെയിലെ ശോഭ മാം, ഫിസിക്സ് എടുക്കുന്നത് ഷിനാസ് സാർ, ബയോളജി ആണെങ്കിൽ പ്രവീൺ സാർ, മാത്സ് ആണെങ്കിൽ ഞാനാണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഷിനാസ് സാറിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ആൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും നമ്മുടെ കേരളത്തിൽ തന്നെ IIT അഡ്വാൻസ് എടുക്കുന്ന ഒരു ടോപ്പ് 5 ഫാക്കൽറ്റീസ് എടുത്താൽ ഷിനാസ് സാറിന്റെ പേര് വരും. പലരും സ്റ്റുഡൻസിനെ ഒന്ന് അതായത് സുഖിപ്പിച്ചിട്ട് അവർക്ക് എന്താണോ വേണ്ടത് ആ താളത്തിനനുസരിച്ച് ക്ലാസ് എടുക്കുക. ഷിനാസ് സാർ അങ്ങനെയല്ല. അതായത് വേണ്ട കണ്ടന്റ് IIT അഡ്വാൻസ് ലെവലിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന വിരളം കുറച്ച് ഫാക്കൽറ്റീസിൽ ഒരാളാണ് ഷിനാസ് സാർ. അത്തരം ഫാക്കൽറ്റീസ് നമ്മുടെ കോച്ച് ഇന്ത്യയിൽ ഉണ്ട്. അതായത് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ല, നമ്മൾ പറയുന്ന നമ്മുടെ ഒരു കോച്ച് ഇന്ത്യയുടെ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ അത്തരം ഫാക്കൽറ്റി പാനലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വളരെ വിരളമാണ്. ഓക്കെ, പിന്നെ അതായത് സ്റ്റുഡൻസിന് വെച്ചാൽ പേഴ്സണൽ അറ്റൻഷൻ കിട്ടും. അതായത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം തന്നെ നമുക്ക് വാട്സാപ്പിൽ അല്ലെങ്കിൽ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് അതിനായുള്ള ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ കോച്ച് ഇന്ത്യയുടെ ബിഗിനിങ് നമ്മൾ പറഞ്ഞു 2013 സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് കോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ റിപ്പീറ്റേഴ്സ് ബാച്ച് തന്നെയാണ്. അതായത് ജൂണിൽ തുടങ്ങി. ഈ റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റിഗറസ് ആയിട്ടുള്ളൊരു ബാച്ച് തന്നെയാണ്. കാരണം വെച്ചാൽ 6 മാസം കഴിഞ്ഞാൽ 7ാമത്തെ മാസം കുറച്ച് റിവിഷനുമായി അടുത്ത മാസം JEE സെഷൻ 1 തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു കൊല്ലം നമുക്ക് കുത്തിയിരുന്ന്
അതൊക്കെ ഇരുന്ന് പഠിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് വരണ്ട. നന്നായി അധ്വാനിക്കാൻ പറ്റുന്ന ഹാർഡ് വർക്ക് ആൾക്കാർ ചെയ്യാൻ മാത്രം തയ്യാറായിട്ടുള്ള കുട്ടികൾ തന്നെ വന്നാൽ വരണം. അവരെ വന്നാൽ തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. പലരും പറയുന്ന ഒരു ഇത് വളരെ ഈസിയാണ്, എളുപ്പം ഇവിടെ വന്നങ്ങ് ജോയിൻ ചെയ്താൽ മതി, നമുക്ക് സെറ്റാക്കാം. അല്ല, വന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും ഇല്ല, നമുക്ക് കുട്ടികളെ ഗൈഡ് ചെയ്ത് ആ ഒരു എയിമിലേക്ക് എത്തിക്കാൻ പറ്റുക. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ടീമാണുള്ളത്. ആ ടീമിന്റെ സപ്പോർട്ട് ഇപ്പൊ ഷിനാസ് സാറിനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഇപ്പോൾ ഫിസിക്സ് പ്രോബ്ലം സോൾവിങ്ങിൽ ഷിനാസ് സാറിനെ വെല്ലാൻ ആരും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സുഹൃത്തായതുകൊണ്ട് പറയല്ല, വി ഗോട്ട് അക്സെപ്റ്റ് ദാറ്റ്. അത്രയും റിപ്പീറ്റേഴ്സിന്റെ ബാച്ചിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു ഇപ്പോൾ ക്രാഷ് കോഴ്സിനൊക്കെ വരും, കീം ക്രാഷും നീറ്റ് ക്രാഷിനൊക്കെ വരും. അപ്പോൾ അവർക്ക് നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ കുറേ കണ്ടന്റ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പല സ്റ്റുഡൻസിനും ബേസിക്സ് അറിയില്ല. അപ്പം ഞാൻ പറയും, മക്കളെ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇത്രേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ശരിക്കും കുത്തിരുന്നത് പഠിക്കണമെങ്കിൽ അഫ്കോഴ്സ് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം റിപ്പീറ്റേഴ്സിൽ ജോയിൻ ചെയ്താൽ എന്തൊക്കെയാണുള്ള നിങ്ങൾക്ക് ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ പോരായ്മകളും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഈ കുട്ടികൾക്ക് നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ ശരിക്കും 6 മാസം സമയം അതും പോലും കുറച്ച് പരിമിതമാണ്. ഓക്കെ, എന്നാലും നമുക്ക് ആ നല്ല റിസൾട്ട് അതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു കോച്ചിങ് ഫീൽഡിലുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന്റെ മുകളിൽ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അവർക്ക് കുറച്ച് റിസൾട്ടിലേക്ക് എത്തുന്ന തരത്തിലുള്ള കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ വരുമെന്നുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുക. ഹാപ്പിനെസ്സിനെ തീർച്ചയായിട്ടും നമ്മളെ കുട്ടികളെ ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളത് നമുക്ക് താല്പര്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അവരെ പുഷ് ചെയ്യുക എന്നുള്ളത് കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹാപ്പിനെസ് മാത്രമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ആ പേരൻസ് നമുക്ക് തരുന്ന ആ ഒരു ഫീനോട് നമുക്ക് നീതി പുലർത്താൻ സാധിക്കത്തില്ല. അവരെ ഹാപ്പി ആക്കി വിടാൻ വേണ്ടി അല്ലല്ലോ പേരൻസ് വന്നിട്ട് ഫീസ് തന്നിട്ട് കുട്ടി പലരും അത്രയും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് അവരുടെ പ്രതീക്ഷകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയായിട്ടാണ് കുട്ടികളെ കാണുന്നത്. അപ്പൊ അതിനോട് നീതി പുലർത്തണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവരെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. വെറും ഹാപ്പിനെസ് മാത്രം പോരാ, അവരെ എയിമിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സ്റ്റുഡന്റ് LKG തൊട്ടിട്ട് +1 +2 വരെ ഒരു സിസ്റ്റത്തിന്റെ കൂടെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടി അവിടെ സ്കൂൾ സിസ്റ്റത്തിന്റെ കൂടെ ഇല്ല, ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടില്ല, അപ്പൊ എവിടെയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവന് നല്ലൊരു വിൽ പവറും ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 1 ഇയർ കോഴ്സ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 1 ഇയർ വേസ്റ്റ് ആയി. ഓക്കെ, അപ്പോൾ അത്രയും വിൽ പവറും ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, എന്ന് വെച്ച് പേടിപ്പിക്കുകയല്ല, പക്ഷെ നല്ലോണം സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ചെയ്താൽ റിസൾട്ട് ഉണ്ടാക്കാം. ഹാർഡ് വർക്കാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കുട്ടികളും നമ്മളെല്ലാവരും ടീച്ചേഴ്സിന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിറകില് വലിയൊരു ഹാർഡ് വർക്ക് ഉണ്ട്. അത് കുട്ടികളും റിയലൈസ് ചെയ്യണം, പാരന്റ്സും റിയലൈസ് ചെയ്യണം. ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. സോ ഐ തിങ്ക് അവര് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് കുറേ ഇൻസൈറ്റ്സ് കിട്ടി. ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ് കോൺവെർസേഷൻ വാസ് ദാറ്റ് ഐ ഗോട്ട് ടു റിയലൈസ് വാട്ട് ഇറ്റ് ഗോസ് ബിഹൈൻഡ് സച്ച് റിനൗണ്ട് മൈൻഡ്സ്, ആൻഡ് ഇറ്റ്സ് അമേസിംഗ് ടു ഹാവ് ദിസ് കോൺവെർസേഷൻസ്. അപ്പം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, കോച്ച് ഇന്ത്യ, you can see why they are different. You can see the kind of thoughts and minds that work behind the students that come out of that institute. So I would suggest that ഇനി ഒരു കോച്ചിങ്ങിനെ പറ്റി ആർക്കും ഒരു പേടി വേണ്ട. എന്തായാലും കോച്ച് ഇന്ത്യയിലെ തന്നെ അപ്രോച്ച് ചെയ്യുക. they'll help you out in whatever ways they can. And I hope this conversation was nice. Thank you so much for your time. Premakumar sir, Praveen sir, Shinaz sir, thank you so much for being here. Apam inim, I hope that I hope you take this institute with all your heart and soul forward, and I wish you all the very best. Thank you. So thank you so much, guys. Bye bye.